ഇന്ന് നമുക്ക് കുട്ടികളുടെ ഫേവറേറ്റ് സ്നാക്കായ ചിക്കൻ നഗറ്റ്സ് തയ്യാറാക്കാം. വീട്ടിൽ തന്നെ നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുവാൻ കഴിയും. ചിക്കൻ നഗറ്റ്സ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു 4 ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് അതിൻ്റെ സൈഡ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം അത് നമുക്കിതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യാം. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 300 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതുകൂടെ നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കൂടാതെ 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ വിനെഗർ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഇവ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ നല്ല സ്മൂത്ത് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബോളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കയ്യിൽ കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് ഒന്ന് നന്നായിട്ട് പരത്തിയെടുക്കാം. ചെറിയൊരു തിക്നെസ്സിൽ വേണം ഇത് പരത്തിയെടുക്കാൻ. ഒരു സ്ക്വയർ ഷേപ്പാക്കി പരത്താം. ഇനി നമുക്ക് ഒരു കത്തി ഇതുപോലെ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം കത്തി ഉപയോഗിച്ച് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ സ്ക്വയറാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ചെറിയൊരു തിക്നെസ്, ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ. അതിനുശേഷം നമുക്കതൊന്ന് ഷേപ്പാക്കി സ്ക്വയറാക്കി എടുക്കാം. ഒരു ബൗളിലേക്ക് ഇനി ഒരു മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. വേറൊരു ബൗളിൽ 1 കപ്പ് ബ്രെഡ് ക്രംസ് കൂടെ എടുക്കാം. അതിനുശേഷം ഈ ഓരോ ചിക്കൻ പീസും ആദ്യം മുട്ടയിൽ ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അത് മാറ്റി വയ്ക്കാം. ഇതുപോലെ എല്ലാ നഗറ്റ്സും നമുക്ക് ആദ്യം മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് 1 മാസം വരെ ഇതുപോലൊരു കണ്ടെയ്നറിലിട്ടിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചു വയ്ക്കാം. ഇനി നമുക്ക് ആവശ്യമായത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് നഗറ്റ്സ് ചേർത്തിട്ട് ഫ്രൈ ആക്കിയെടുക്കാം. 2 ഭാഗവും നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് അത് കോരി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ബാക്കിയുള്ള നഗറ്റ്സ് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ആവശ്യത്തിന് മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി. ബാക്കി നമുക്ക് ഫ്രീസറിൽ 1 മാസം വരെ നല്ലൊരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് അടച്ചിട്ട് സൂക്ഷിച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് ചിക്കൻ നഗറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ കഴിയും. എല്ലാവരും തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഈ ചിക്കൻ നഗറ്റ്സ് നമുക്കിനി പുറത്തു നിന്നൊന്നും വാങ്ങാതെ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കി കുട്ടികൾക്ക് നൽകാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ അടിച്ചാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. താങ്ക് യു.